Watch India's largest kids library only on Jio Hotstar. Download the app now. ജോൺ തന്നെയായിരിക്കും ഡോൺ. മോട്ടവന്റെ പത്തിലവന്റെ ഈ കരിക്ക് ബിസിനസ് തകർത്തില്ലെങ്കിൽ എന്റെ പേര് ജോൺ എന്നായിരിക്കില്ല. നമ്പർ 1 നമ്പർ 2 കേൾക്ക്. മനസ്സിലായോ? നമ്പർ 1 തേങ്ങ തിരിച്ചു വെക്കാനാ പറഞ്ഞത്. നമ്പർ 1 മോട്ടു അവനെ വെറുതെ വിടരുത്. നമ്പർ 2 അവിടെ നിക്ക്. ആ തേങ്ങ ഇങ്ങോട്ട് തന്നിട്ട് പോ. അവിടെ നിക്ക്. പത്തിലോ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ആ കരിക്കിനെ നമുക്ക് വീണ്ടും കിട്ടി. പത്തിലോ ഇതെന്താ ഇത്ര പെട്ടെന്ന് നമ്മൾ കൊണ്ടുവന്ന കരിക്ക് എവിടെ പോയി? ഇത് മുഴുവനും ആ ജോണിന്റെ പണിയാ, ഉറപ്പാ. നമ്മൾ രണ്ടുപേരെയും ഇവിടുന്ന് ഓടിപ്പിച്ചിട്ട് കരിക്ക് എടുത്തുകൊണ്ട് അവൻ ഓടിക്കളഞ്ഞു. പത്തിലു, നമ്മളുടെ ബിസിനസ് തുടങ്ങുമ്പോഴതൊക്കെ ഒക്കെ നശിച്ചു പോയോ? എന്റെ മോട്ടു, നിന്റെ ചെറിയ മനസ്ഥിതി ഒന്ന് നിർത്ത്. ബിസിനസ് പൊളിയുന്നതൊക്കെ നമ്മുടെ മാത്രം പ്രശ്നമല്ല, എല്ലാവർക്കും ഉള്ളതാ. വരൂ വരൂ, നല്ല രുചിയുള്ള മധുരമുള്ള തണ്ണിമത്തൻ കഴിക്കൂ. ഇനി ഇതിന് മധുരമില്ലെങ്കിൽ നിങ്ങൾ ആരും കാശ് തരേണ്ടതില്ല, ഞാനോട്ട് വാങ്ങിക്കുകയുമില്ല. കണ്ടില്ലേ ജോൺ നമ്മൾ മോഷ്ടിച്ച തണ്ണിമത്തൻ വിൽക്കുന്നത്? പത്തിലു, നീ ചായ കുടിക്ക്, ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. നമ്പർ 1 തയ്യാറായിക്കോ. മോട്ടു ഇങ്ങോട്ടാണ് വരുന്നത്. ഇനി ഒട്ടും താമസിപ്പിക്കേണ്ട. സ്വർണ്ണ ചെയിൻ തണ്ണിമത്തന്റെ അകത്ത് എടുത്ത് വെച്ചേക്ക്. ജോൺ, അതെ ജോണേ, ഈ തണ്ണിമത്തന് എത്രയാ പൈസ? എത്രയാണെങ്കിൽ എന്താ, അതെനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, അതെങ്ങനെയാ നീ അങ്ങനെ പറയാ? ഞാൻ കസ്റ്റമറാണ്, കസ്റ്റമർ. അതുകൊണ്ട് നീ ഒരിക്കലും എന്നെ അങ്ങനെ പറയാൻ പാടില്ല. കസ്റ്റമറാണ് പോലും, കസ്റ്റമർ. 20 രൂപ വേണം ഒരെണ്ണത്തിന്, മനസ്സിലായോ? ഇനി ഇവന്റെ എല്ലാ തണ്ണിമത്തനും ടേസ്റ്റ് നോക്കണം, എന്നിട്ട് വേണം ക്ലീക്ക് എന്ന് പറയുവാൻ, പിന്നെ കൊടുത്തയക്കണം. വരൂ ഇന്റലിജന്റ് മോട്ടു, തരൂ. ആദ്യം ഒരു തണ്ണിമത്തൻ ഇങ്ങോട്ട് തരൂ. ആദ്യം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇനി അഥവാ മധുരം ഇല്ലെങ്കിലേ ഞാൻ അങ്ങനെ എടുത്തു കളയും. അതിന് പകരം നീ ഞങ്ങൾക്ക് രണ്ടാമത്തെ തണ്ണിമത്തൻ തന്നേ പറ്റൂ, ഓക്കേ? ഈ ഇരിക്കുന്ന എല്ലാ തണ്ണിമത്തനും നല്ല മധുരമുള്ളതാ, അതിന് ഞാൻ ഗ്യാരണ്ടി തരാം. നമ്പർ 1 മോട്ടുവരെ തണ്ണിമത്തം മുറിച്ച് കാണിക്ക്. ഇതെന്താണ്, സ്വർണത്തിന്റെ ചെയിനോ? ബോസ്, ഒരു കാര്യം അറിഞ്ഞോ? മാർക്കറ്റിൽ ഒരു പുതിയ ഇനം തണ്ണിമത്തൻ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നും സ്വർണ്ണ ചെയിനും മോതിരവും ഒക്കെ വരുന്നുണ്ടത്രേ. ബോസ്, അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? സാധ്യത ഉണ്ടോ എന്നോ? എന്തുകൊണ്ടില്ല? ഇന്നത്തെ കാലത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ ഈ തണ്ണിമത്തം വാങ്ങിയ കടക്കാരനുണ്ടല്ലോ, അയാൾക്ക് ഇതുപോലെ തണ്ണിമത്തം മുറിച്ചപ്പോ ഒരുപാട് ചെയിനുകൾ കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെ പുള്ളി കോടീശ്വരനായി മാറുകയും ചെയ്തു. നമ്മൾ തണ്ണിമത്തം വാങ്ങിയത് അയാളുടെ കയ്യിലായതുകൊണ്ട് നമ്മളും കോടീശ്വരന്മാരായി മാറുമായിരിക്കാം. അതൊക്കെ യോഗം പോലെ ഇരിക്കും. മോട്ടു പറയ, തണ്ണിമത്തന് മധുരമുണ്ടോ അതോ ഇല്ലയോ? ഓ, ഇതിന് പറഞ്ഞതുപോലെ വലിയ മധുരമില്ലല്ലോ. വേറൊരു തണ്ണിമത്തനും എടുത്തേ.
ഇതെന്താ വീണ്ടും സ്വർണത്തിന്റെ ചെയിനോ? എനിക്ക് തോന്നുന്നത് ഈ ജോണ് മേടിച്ച തണ്ണിമത്തനകത്ത് മുഴുവനും സ്വർണ്ണ ചെയിനാണെന്നാണ്. ഇനി ഈ തണ്ണിമത്തൻ മുഴുവൻ ഞാൻ വാങ്ങിച്ചാല് ഈ ഒരൊറ്റ രാത്രി കൊണ്ട് എനിക്ക് കോടീശ്വരനാവാൻ പറ്റുന്നാ തോന്നുന്നത്. ആ ഈ തണ്ണിമത്തൻ കൊള്ളാം കേട്ടോ. അതുകൊണ്ടൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഈ മുഴുവൻ തണ്ണിമത്തനും എന്ത് വില തന്നാ കിട്ടും? മൊത്തം തണ്ണിമത്തനും കൂടെ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാൻ പോട്ടു? വേണമെങ്കിൽ കഴിക്കാൻ നോക്ക്, എന്നിട്ട് കേസ് തന്നിട്ട് പോവാൻ നോക്ക്. ജോണെ ആലോചിക്കൂ, ഇതൊരു നല്ല ഡീലാണെന്ന് മനസ്സിലാക്കണം. ആ ശരി ശരി, മൊത്തം തണ്ണിമത്തനും കൂടി ഒരു 5000 രൂപ തന്നാൽ മതിയാകും. എന്താ ജോണെ 15,000? ഈ തണ്ണിമത്തനോ? എങ്കിൽ ശരി ശരി, എനിക്ക് കുഴപ്പമില്ല. ഇത്രയും വലിയ തണ്ണിമത്തനൊക്കെ ആവുമ്പോ 15,000 ഒക്കെ ആവുമല്ലോ. ഇന്ന പൈസ. ശരി ശരി, ഇനി ഈ കട മുഴുവൻ നിന്റേതാണ്. ഇനി നീ ഇവിടെ തണ്ണിമത്തനം നോക്കിയിരുന്നോ, ഞങ്ങള് വീട്ടിൽ പോവാണ്. പത്തിലു അതൊക്കെ കള, വേഗത്തിൽ ഇങ്ങോട്ട് വരൂ. മോട്ടു എന്താ സംഭവിച്ചേ? ഇത് കണ്ടില്ലേ, ഈ തണ്ണിമത്തന്റെ അകത്ത് നിന്നാണ് എനിക്ക് സ്വർണത്തിന്റെ ചെയിന് കിട്ടിയത്. തണ്ണിമത്തന്റെ അകത്ത് സ്വർണത്തിന്റെ ചെയിനോ? പറയുന്നത് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ഇത് ഇനിയിപ്പോ ജോണിന്റെ വല്ല കളിയും ആയിരിക്കുമോ? അങ്ങനെ ആയിരിക്കാം, പക്ഷെ ഞാൻ തന്നെയല്ലേ ഈ തണ്ണിമത്തന്റെ അകത്ത് നിന്ന് ഈ സ്വർണ്ണ ചെയിൻ എടുത്തത്. അതുകൊണ്ട് എല്ലാ തണ്ണിമത്തനും ഞാൻ ഒരു 15,000 രൂപ കൊടുത്തിങ്ങ് മേടിച്ചു. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. ചെയിനൊന്നും കാണുന്നില്ലല്ലോ. മോട്ടു, ഈ ചെയിൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നോക്ക്, പോളിഷ് ഒക്കെ പോയി കഴിഞ്ഞു. ജോൺ വീണ്ടും നിന്നെ വിഡ്ഢിയാക്കിയിരിക്കുകയാണ്. ഞാൻ ആ ജോണിന് വെറുതെ വിടാൻ പോകുന്നില്ല. അവൻ എന്നെ വീണ്ടും വിഡ്ഢിയാക്കി കളഞ്ഞല്ലോ. ജോൺ, നീ അവന്റെ വാക്ക് കേട്ടിട്ടല്ലേ സംഭവിച്ചത്. ഇപ്പൊ വീട്ടിലേക്ക് പോവാം. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക് എന്തെങ്കിലും ചെയ്യൂ. എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. വീട്ടിലേക്ക് വാ, ഞാൻ എന്റെ കൂട്ടുകാരനെ രക്ഷിക്കാതെ ഇരിക്കോ? ഓ ചങ്ക്, ഈ സ്റ്റാച്ചു 6 വർഷം മുമ്പ് ഈജിപ്തിലെ പിരമിഡിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാ. എന്നിട്ട് ഇത് എങ്ങനെയാണ് ഇവരുടെ അടുത്ത് വന്നത്? ഞാൻ നല്ല ചുട്ട അപ്പം പോലെ അല്ലേ കാശ് അങ്ങോട്ട് എണ്ണി കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് പൈസ അങ്ങോട്ട് കൊണ്ടുവന്ന് എല്ലാ സ്റ്റാച്ചു വാങ്ങുന്നതല്ലേ നല്ലത്. ഇവർക്ക് ഇതിനെ കുറിച്ച് വല്ല അറിവൊന്നും ഉണ്ടാവില്ലേ? നോക്കൂ കൂട്ടുകാരെ, ഞങ്ങൾക്ക് ഈ സ്റ്റാച്ചു മുഴുവനും ഇഷ്ടമായി. ഞങ്ങൾ ഇത് വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങൾ ആർക്കും കൊടുക്കാൻ പാടില്ല. ഞങ്ങൾ ഇപ്പൊ തന്നെ കാശ് തന്നേക്കാം. എത്രയാണെന്ന് പറഞ്ഞാ മതി. എത്ര വേണമെങ്കിലും ഞങ്ങൾ തരാം. പക്ഷേ ഷെയ്ഖ് സാറേ, പൈസ തരുമെന്ന് ഉറപ്പല്ലേ? പൈസയുടെ കാര്യത്തിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കട്ടെന്നേ. നിങ്ങൾ എത്രയാണോ ചോദിക്കുന്നത് അത് ഞങ്ങൾ കണ്ണും പൂട്ടി അങ്ങ് തന്നേക്കാം. മതിയോ? സമ്മതിച്ചോ? ഈജിപ്തിലെ പിരമിഡിലെ സ്റ്റാച്ചുവോ? ഇത് ഞാനാ വാങ്ങിക്കുന്നതെങ്കിൽ പിന്നെ ഈ ജോൺ കോടീശ്വരനായി മാറും. മോട്ടു, ഈ സ്റ്റാച്ചു മുഴുവനും ഞാൻ വാങ്ങിച്ചോളാം. പക്ഷെ ഞങ്ങൾ ഇത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞങ്ങൾ വേറൊരു പാർട്ടിയായിട്ട് ഡീൽ ഓക്കെ ആക്കിയെന്നേ. അവർ തരുന്നതിന്റെ 3 ഇരട്ടി കാശ് ഞാൻ തരാം മോട്ട്. അതെ, കൂടുതൽ പൈസ കിട്ടുകയാണെങ്കിൽ വേറെ പാർട്ടിക്ക് കൊടുക്കാൻ ഞങ്ങൾ റെഡിയാണ്. പക്ഷെ സ്റ്റാച്ചുവിന്റെ വെയിറ്റ് എത്രയാണോ അതിനനുസരിച്ച് പൈസ തരാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ പറയൂ. ഞാൻ തയ്യാറാണ്, തീർച്ചയായും തയ്യാറാണ്. ഇവിടെ ഉള്ളത് കൂടെ മാറ്റി നോക്കാം. ആരും നോക്കുന്നില്ലല്ലോ അല്ലേ? ഇതിന്റെ മൊത്തം തൂക്കം നോക്കാം. ജോൺ, കൃത്യമായ തൂക്കം ഇനിയും ആയിട്ടില്ലല്ലോ. കണ്ടില്ലേ? ഇനി ഈ സ്റ്റാച്ചു എന്റേതാണ്. അതെ അതെ, ഈ
ഇന്നു മുതൽ ഈ സ്റ്റാച്യു നിന്റെ മാത്രമായിരിക്കും. അതുപോലെ ഈ പൈസ മുഴുവനും ഞങ്ങളുടെയും. ഇനി മുതൽ ഈ സ്റ്റാച്ചു എന്റേതാണെന്ന്. പക്ഷെ നീ ഇപ്പോ എന്റേതായി കഴിഞ്ഞല്ലോ. എന്താ ഇത്? ഈ സ്റ്റാച്ചുവിന് ജീവനുണ്ടെന്ന്. എന്റെ അമ്മോ, സ്റ്റാച്ചു നന്നായിട്ട് സംസാരിക്കും. നീ മോഷ്ടിച്ച സാധനങ്ങളും നിന്നെ ഞാൻ പിടിച്ചു കഴിഞ്ഞു. കാരണം ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിള്. ഇത് ചീറ്റിംഗ് ആണ്, വഞ്ചനയാണ്, ചതിയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് ജോണേ? നീ സ്വർണത്തിൽ പണി തന്നപ്പോ ഞങ്ങൾ ലോഹത്തിൽ തന്നു. പക്ഷെ എന്റെ പത്തിലും ഇവിടെ സ്വർണങ്ങളും പിന്നെ ലോഹങ്ങളും ഒന്നും എനിക്ക് കാണുന്നില്ലല്ലോ. എന്റെ മോട്ടു അതൊരു പഴഞ്ചൊല്ലാണ്. Watch India's largest kids library only on Geo Hotstar. Download the app now.